അപ്പം ഇന്ന് നമ്മൾ ഈ സാധനം കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നത്. ഈ സാധനം എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാകത്തില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ പേരയില. അപ്പം പേരയില കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പേരയില എടുത്ത് വെച്ചിട്ടുണ്ട്, പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും സംഭവങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളവും. അപ്പോൾ നമ്മൾ പേരയില ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേറെ ഒന്നുമില്ല, നമ്മുടെ പേരയില കീറി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ശ്രീജ മാത്രം കണ്ടുപിടിച്ച റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ശ്രീജക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ എന്താണ് ആകുന്നതെന്നുള്ളത്. ഇപ്പം നമ്മുടെ പേരയില ഓരോന്നോരോന്നായിട്ട് നമ്മൾ എടുക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ കഷ്ണിച്ച് നമ്മുടെ ഇതിനകത്തേക്ക് ഇടുകയാണ്. ഇഞ്ചി, നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബാക്കി വെള്ളം ശരിയാക്കും. കുതിലക്കണ്ണനെ വയോ വയോ കുതിന്ന് കുത്തോടി വായോ അടിയും അടിയും മറ്റേ ഒരു കളിക്കണോടി വായോ. പിന്നെ പറഞ്ഞ പാട്ടാ രാമസ്വാമിക്ക് രാമസ്വാമിക്ക് എത്തിപ്പൂക്കത്തിലെ തോട്ടത്തിലൊരു വട്ടിയുണ്ട്. എത്തിപ്പൂക്കത്തിലെ അന്റെ പക്കമ്പോ ഇന്റെ പക്കമ്പോ അന്റെ പക്കം ഇന്റെ പക്കമ്പോ. പിന്നെ വേദാ പ്രാവേ പ്രാവേ പാവേ പാവേ വന്നോത്തെ ഇത്തിരിഞ്ഞ ജമീനിന്നോത്തെ കൊത്ത് ഞാൻ തന്നിടാം മുത്തിൻ മണികൾ മലയോരത്തെ തെങ്ങിമേ മലയുപതണ്ടേ പാവേ പാവേ വന്നോത്തെ പാവേ പാവേ വന്നോത്തെ. ഗുഡ് ബോയ് അംഗൻവാടിയിൽ നിന്ന് വന്ന് ഡ്രസ്സൊക്കെ മാറി മണ്ണിനകത്ത് കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഈ കോലത്തിൽ നിൽക്കുന്നത്. ഇതേ വേറെ കൊണ്ട് നമ്മുടെ ശ്രീജ പോയിട്ട് ജ്യൂസ് അടിച്ചുകൊണ്ട് വരും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വൈകുന്നേരം ചെടിയൊക്കെ ഇവിടെ ഈ സൈഡിലൊക്കെ ഞങ്ങൾ പുതിയതായിട്ട് വെച്ച കുറച്ച് ചെടികളാണ്. അപ്പോൾ ഇതൊക്കെ നനയ്ക്കലായിരുന്നു ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ പരിപാടി. അപ്പോൾ ആ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന്മാർ ഈ ബഹളമെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത്. ഇതാ ഇവിടെയൊക്കെ കുറച്ച് ചെടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഈ സൈഡിൽ നമ്മൾ നനച്ച് കൊടുത്തോണ്ടിരുന്ന സമയത്ത് കാട്ടിയ പരിപാടിയൊക്കെയാണ് ഈ കാണുന്നത്. അപ്പം ശ്രീജ പോയിട്ട് അത് അടിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗാർഡൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. പുതിയ പൂവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതേ കണ്ട, ഇവിടെ പുതിയ പൂവ്, ഈ കളർ കണ്ട പൂവൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വാൽസത്തയിൽ പിന്നെ മാങ്ങാപ്പൂ ഒത്തിരി പിടിച്ചിട്ടുണ്ട്. നല്ല ഭംഗിക്ക് നല്ല രീതിയിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് ഒത്തിരി. പിന്നെ അതേ ഇവിടെ കുറച്ച് ബന്ദീന കുഞ്ഞ് തൈയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് എൻ്റെ അവിടെ. അപ്പോൾ രണ്ടുപേരും കൂടെ തമ്മി തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോട്ടെ. അപ്പോൾ ശ്രീജ ജ്യൂസൊക്കെ അടിച്ചിട്ട് അരിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഞാൻ പിള്ളേരുടെ പുറകെ പരക്കം പാഞ്ഞ സമയത്തിനുള്ളിൽ ശ്രീജയുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെന്നെ പതയാ. ഓക്കെ, അഴിക്ക്. നല്ല പച്ച കളറായിട്ടുണ്ടല്ലോ. നമ്മുടെ മാവില ജ്യൂസിൻ്റെ അതേ സെറ്റപ്പ്. നല്ല സോഡ ഒഴിച്ച പോലെ വന്നിട്ടുണ്ടല്ലോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ലേ, ആർക്കും അറിയത്തില്ലല്ലോ ടേസ്റ്റ് എങ്ങനെയാ വന്നേന്നുള്ളത്. കൊള്ളാവാ, നൈസായിട്ടുണ്ടോ? മൊത്തം കുടിക്കണ്ട, ജ്യൂസ് കുടിക്കണമല്ല. ഞങ്ങൾക്കും വേണം, കുടിച്ച് തീർക്കരുത്. എല്ലാം ഉണ്ടാക്കിയിട്ട് താൻ തന്നെയാണ് കുടിക്കുന്നതെന്നൊരു പരാതി വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ജ്യൂസ് സൂപ്പറായിട്ടുണ്ട്. ശ്രീജ കുടിക്കുകയാണ്. കുടിച്ച് തീർക്കാതിന് മുമ്പ് നമുക്ക് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.